ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പം ശ്രീകൃഷ്ണ ജയന്തി എന്നിട്ടൊന്ന് അപ്പൊ എല്ലാവർക്കും നമ്മളെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പൊ ആശംസകൾ. അപ്പം നമ്മളെ അവിടെ ഒന്നും പ്രത്യേകിച്ച് പരിപാടി എന്താണെന്ന് അറിയില്ല. നമ്മളെവിടെ നടുവൊക്കെ ഭയങ്കര പരിപാടിന്റെ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പരിപാടികള് വയനാട്ടിലത്തെ പ്രശ്നം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഉത്സവം നമുക്ക് വല്ല ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലായിടത്തും അതുകൊണ്ടാണ് ഇപ്പൊ എല്ലായിടത്തും കമ്മിയാവും. കാരണം നടത്താൻ പറ്റൂല, ആഘോഷങ്ങളായിട്ട് നടത്താൻ പറ്റൂല. പക്ഷെ നമ്മൾ ആ ദിവസം നമ്മള് എന്താ പറയാ ഓർക്കണം. അപ്പൊ എന്നാ നമ്മളെല്ലാരും അമ്മയൊക്കെ ആയിട്ട് ഒത്തുകൂടിയതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളെ സന്ദേശിന്റെ വീടിന്റെ വാർപ്പാണ്, മെയിൻ വാർപ്പാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അമ്മ സിന്ധേച്ചിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. സന്ദേശിന്റെ വീട്ടിലേക്ക് സന്തോഷേട്ടനും അപ്പൂസും കൂടി ബൈക്കിൽ വന്നു. ഞാൻ അവിടുന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു രാവിലെ, അവിടുന്ന് പാലക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പം അങ്ങനെ 4 ആള് 4 വഴിക്ക് എത്തിച്ചേർന്നുണ്ട്. പിന്നെ അവിടെ ഭയങ്കര സൗണ്ടാണ്. സന്ദേശിന്റെ വീട് ഇവിടെ അല്ല കേട്ടോ, കുറച്ചങ്ങോട്ട് പോകണം. കുറച്ച് പോകണം. അത് സന്ദേശിന്റെ ഭർത്താവിന്റെ ഏട്ടന്റെ വീടാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് സൗണ്ടിന് കുറച്ച് കുറവുണ്ട് ആ മെഷീന്റെ. അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നതാണ്, ഒരു പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ എന്താണ് മഴയൊക്കെ ഉണ്ട്. മഴയൊക്കെ എല്ലാവർക്കും രക്ഷപ്പെട്ടാൽ തീർന്നു. അല്ലാതെ ഇത് ഭക്ഷണങ്ങളൊക്കെ ആയോണ്ടിരിക്കുകയാണ്. കഞ്ഞി കൊടുത്തു, കഞ്ഞി ഉണക്കമീനും, ഇനി ഉച്ചയ്ക്ക് നെയ്ച്ചോറും കോഴിക്കറി ഉണ്ട്. എന്താ പറയുക, ഇന്ന് ശ്രീശാന്തിയാണ്. പക്ഷെ നമുക്ക് ഇന്ന് കൂട്ടാനും കാര്യമൊന്നും പറ്റൂല. പക്ഷെ വാർപ്പല്ലേ, വാർപ്പ് ഈ ഒരു ദിവസം ഓരോ പിള്ളേഴ്സല്ലേ ഒരു പണിയെടുക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഇന്നൊക്കെ ഉറപ്പിച്ചു. കുറേ ദിവസമായി ഇപ്പം നമ്മളെ ഈ പണി ഇങ്ങനെ നീണ്ടു നിൽക്കണേ. അപ്പം എങ്ങനെയെങ്കിലും ഇവർക്ക് ഇത് കഴിക്കുന്നൊരു കയറി കിട്ടണം. വാർപ്പ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പുറത്തായല്ലോ പറഞ്ഞിട്ട് ഓണാകുമ്പോഴേക്കും അതിക്ക് കയറണം എന്നാണ് പറയുന്നത്. വേറെ എന്ത് പണിയോടെ കിടക്കട്ടെ, മഴ പുറത്തേക്കായി കിട്ടിയാൽ മതി, വെള്ളം പുറത്തേക്കായി കിട്ടിയാൽ മതി പറഞ്ഞിട്ട് ആ ഒരു പോവല്ലേ. സന്ദേശിച്ച് പറഞ്ഞില്ല നമ്മളെ പോലെ എല്ലാ പണിയും തീരട്ടെ എന്നൊന്നും വിചാരിക്കുന്നില്ല, കഴിയൂല്ല പെട്ടെന്ന്. ഓണത്തിന് ഇപ്പം ഈ വാർപ്പ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഓണത്തിന് തന്നെ കയറും. മുട്ടൊക്കെ തട്ടി കഴിഞ്ഞാൽ ഒന്നും തേക്കാൻ നിൽക്കണില്ല, പെട്ടെന്ന് കയറാനുള്ള പരിപാടിയാണ്. തട്ടുമല്ലോ. പിന്നെ ഒരു നിൽക്കുന്ന അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതൊക്കെ സാവധാനം ചെയ്താൽ മതി. അപ്പൊ അമ്മേന്റെ ഇതെന്താ പറഞ്ഞ ആൾക്കാരോട്, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് കുറെ ആൾക്കാർ ഇങ്ങനെ കാത്തിക്കാണ് നമ്മളെ വിശേഷങ്ങൾ കാണാൻ. ഇന്നും കൂടി ഇങ്ങനെ നാളെ 2 ദിവസം കൂടില്ല, ബുധനാഴ്ച അമ്മ വരും. പിന്നെ ഞാൻ വരും. ബുധനാഴ്ച ഡോക്ടറെ പോകാണ്ട് പോയി വന്നിട്ട് എന്താ പറയുന്നത് അറിയട്ടെ, എന്നിട്ട് വരും. ഞങ്ങൾക്ക് ഒരു ഇതില്ല വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനില്ല. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു രസമല്ല. എല്ലാവരും കമന്റിൽ പറയുന്നുണ്ട് വീഡിയോ കാണാൻ രസമല്ല ഇല്ലായിട്ട്. പിന്നെ പപ്പൂസ് ആക്റ്റീവായി, മാറ്റം വന്നത്. പിന്നെ ഇത്ര ദിവസം അങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൂലേ, കുറേ ദിവസമായില്ലേ. അല്ല അങ്ങനെ നിന്നിട്ടില്ല. അതിപ്പോ അസുഖമായതുകൊണ്ട് നമ്മൾ നിൽക്കാതിരിക്കാൻ പറ്റൂലല്ലോ, ഒന്നിനും പറ്റൂല, നിൽക്കാനൊന്നും പറ്റൂല. അപ്പൊ നിൽക്കണം. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചേച്ചീന്റെ വാർപ്പിന് വന്നാണ്. വാർപ്പിന്റെ വിശേഷമൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാല്ലേ, അറിയാലോ. എല്ലാരും നമുക്ക് ഉൾപ്പെടുത്താനും. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ അളിയന്റെ അനിയന് ഹോസ്പിറ്റലാണ്. പിന്നെ വല്ലാതെ എന്താ വെച്ചാൽ വല്ലാതെ നമുക്കൊരു സന്തോഷമല്ല. വാർപ്പാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. കാരണം ഓരോ വീട്ടിലും എല്ലാവരും ഹോസ്പിറ്റലും കാര്യമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ചെറിയൊരു പരിപാടി നമുക്ക് എന്തായാലും കൂടാക്കാൻ പറ്റൂല, നമുക്ക് വിളിക്കാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്നു. വേറെ കൂടുതൽ കുറേ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ചെറിയൊരു പരിപാടി അല്ലേ ഒരു വാർപ്പിൻ്റെ. ഇപ്പൊ ചേച്ചീൻ്റെ വീട്ടിൽ അവിടെ പോവാണ്ട്, ചേച്ചീൻ്റെ വീട്ടിൽ പോവാണ്ട്. ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയോ കലയിക്കൂടെ? എന്നവിടെ പെണ്ണവിടെ അപ്പൂസെ കുട്ടിയുണ്ട്, വാ കുട്ടീനെ കണ്ടേ, വാ. വീടിന്റെ വാർപ്പല്ലെന്ന് വാർപ്പ് കഴിയാനായോ? എന്താ പോയോക്കത്ത്? എന്താ പോവാത്ത? എന്താ ഭക്ഷണം? എന്താ നെയ്ച്ചോറും കോഴി. എന്താ ഭക്ഷണം എന്ന് പറഞ്ഞേ? നെയ്ച്ചോറും കോഴിക്കറിയും. പിന്നെ നമ്മൾ പിന്നെ കണ്ടിട്ട് അവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണേന്തി ഏട്ടനെ നമുക്കിന്ന്
നമ്മളെ കോണ്ടാക്ടർ ഇപ്പം ഇന്നാക്കില്ലേ കറക്റ്റ് ആയതുകൊണ്ട് കോണ്ടാക്ടർ നമ്മളെ ഫ്രണ്ട് ആട്ടോ നമ്മളത്രയും നമ്മളെ വേണ്ടപ്പെട്ട ആളാ ജയശേട്ടൻ നമുക്ക് കാണിക്കാം. കാരണം ഇപ്പം ഇന്നെന്താ വെച്ചാൽ എങ്ങനെയും തീർത്ത് വെക്കേണ്ട ശ്രീകൃഷ്ണൻ്റെ നാളെ നോക്കിയില്ല. കാരണം എങ്ങനെയും ഇവിടെ വീട് പണി വെറുതെ തീർത്ത് കൊടുക്കണം എന്ന് എഴുതിയോണ്ടാണ് ഇപ്പം ഇന്ന് വാർപ്പാക്കി. അതാണ് ഒരു ദിവസം വഴുകണ്ട എഴുതിയിട്ട് ഓണത്തിന് വരാൻ പണി പോയേക്കാ പൊസ വാ നീക്കി വാ. കഴിഞ്ഞോ വാർപ്പ് അല്ലേ? അപ്പം ഇനി ഭക്ഷണം കഴിച്ച് നെയ്ച്ചോറും കോഴിയൊക്കെ കഴിഞ്ഞല്ലേ? ചിന്തേച്ചിന്റെ വീട്ടിലെത്തി. ഇങ്ങോട്ട് ഇവിടെ പാർസല് ഉള്ളിൽ കൊണ്ടുവച്ച് നമ്മളെല്ലാ വർഷം പോകല്ലോ. അപ്പൊ ഈ ഡോക്ടർ അങ്ങനത്തെ നെയ്യ് കൂട്ടലില്ല പറ്റൂല. പക്ഷെ ഇപ്പൊ ശ്രീകൃഷ്ണന്റെ പരിപാടി നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മളെല്ലാ വർഷവും നമ്മൾ മുടങ്ങില്ല. നമ്മളവിടെ തൊട്ടവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് ഘോഷയാത്രയ്ക്കൊക്കെ പങ്കെടുക്കലുണ്ട്. ഇന്നിപ്പോ ഇങ്ങനത്തെ ഒരു ഇതാവുകൊണ്ട് നമുക്ക് അതിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. ഇന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മളെ. ബാക്കി അവിടെ തന്നെ അമ്മേന്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. അമ്മേന്റെ വീട്ടിലല്ലേ? അമ്മേന്റെ വീട്ടിലാണ് പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ പായസമൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ശമ്പൊക്കെ അടുപ്പത്ത്. അമ്മയ്ക്ക് വേണം. അതാണ് ഇന്ന് വന്നപ്പോ നമ്മളെന്താ വെച്ചാ വാർപ്പ കൊണ്ട് ഇറച്ചൊക്കെ തന്നു അല്ലേ? അപ്പൊ ഞമ്മടെ പൂ പറഞ്ഞ മോശല്ലേ? പൊതുവെ ശ്രീശാന്തി നമ്മള് അത്രയും നല്ല ചിട്ടോട് കൂടി നോക്കണ ദിവസമാണ്. പക്ഷെ നമ്മള് ചെയ്യലുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ വാർപ്പ നമുക്ക് കൂടാക്കാനും പറ്റൂല. അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ ഞമ്മള് പോവാൻ നിൽക്കുക കുറച്ചു നേരം കൂടി. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാവുക? എന്തൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? അവല് കഴിച്ചത് അവല് ഒഴിച്ചും അവിടെ അമ്പലത്തില് അവല് ഒഴിച്ചും കാപ്പി. ഇവിടെ സദ്യ എല്ലാ പ്രാവശ്യം സദ്യ പ്രത്യേക രസമുള്ള ഒരു അവിലാണ്. നിങ്ങൾക്ക് ചില നമ്മള് വിഷ്ണു ക്ഷേത്രത്തിന്ന് ശർക്കര ഉരുക്കിട്ട് ഇട്ടിട്ട് പ്രത്യേകത മദ്യപോലെ അത്ര രസമാണ്. അവിലാന്ന് അറിയാൻ പറ്റൂല. അങ്ങനത്തെ സംഭവം കിട്ടും. അതൊക്കെ മിസ്സായി. നമുക്ക് കൂടുതലായിട്ട് വിശേഷം അവിടുന്ന് ചെയ്യാൻ പറ്റില്ല. കുറെ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മള് വീഡിയോയിൽ ഇപ്പൊ എല്ലാവർക്കും നമ്മള് വ്ളോഗിലൊന്നും വരുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാം എടുത്തില്ല അവിടുന്ന്. ഇവിടെ നമ്മളെല്ലാവരും എടുക്കും. പക്ഷെ അങ്ങനെ പറയല്ല. പക്ഷെ എന്നാലും പല ആൾക്കാരുണ്ടാകുമ്പോൾ ഒരു ഷർട്ട് ഇടാതെ വാർപ്പുകാര് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പോവാൻ നിൽക്കണം ഓരോ പരിപാടികളായിട്ട്. എന്തൊക്കെയുണ്ട് പുതിയ വർത്താനം? പറഞ്ഞ ജോക്ക് പറയാൻ കിട്ടില്ല. നാളെ കോഴിക്കോട് പോകേണ്ട ദിവസമാണ്. അപ്പൊ നാളെ പോവും. എന്താ പറയാന്ന് അറിയില്ല. ഇപ്പത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാറ്റം തന്നെയാണ്. ഇവിടെ ഉമ്മർത്തൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത്. എന്റെ റൂമില് അങ്ങനെ ഇരിക്കലായിരുന്നു. ഒന്ന് പെട്ടെന്ന് ചുമ വരും. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ അതൊന്നൊക്കെ മാറ്റുണ്ട്. അപ്പൊ നാളെ പോയിട്ട് എന്താ പറയാന്ന് അറിയില്ല. അതിനനുസരിച്ചിരിക്കും ബാക്കി അല്ലേ? എല്ലാരും പ്രാർത്ഥന ഉണ്ടല്ലോ. അതിന് വലിയ സമാധാനം. ഇനി പോകണത്തിനൊക്കെ അടിപൊളിയാവും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? സെറ്റപ്പ് ആവും. അപ്പൊ അതുകൂടി അത് അമ്മ എന്താ വരുന്നത്? ഞാന്
ഒരു ഡോക്ടർക്ക് പോയിട്ട് ബുധനാഴ്ച നോക്കട്ടെ വരാം. ബുധനാഴ്ച വരില്ല എന്തായാലും. അതിന് നമുക്ക് അത്താവാനായി ഒരുപാട് പരിപാടികളും വിശേഷങ്ങളൊക്കെ ആവാനായി. അതന്നെ. പിന്നെ ഈ അസുഖം എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ ഓണം അത്തം നോക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അപ്പത്തിന് കുഴപ്പമില്ലല്ലോ അപ്പല്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ തിരിക്കി നാക്കാനൊക്കെ പോയി. പക്ഷെ എന്നാലും ഒന്നും കൂടി റെഡി ആയിട്ട് അല്ലേ വരാം. ഇപ്പം നമുക്ക് ഒരേ പരിപാടികളുണ്ട് ഓണത്തിന് അത്തത്തിന് അല്ലേ? നമ്മൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പറഞ്ഞ അമ്മേനോട് ഓണത്തിന് പരിപാടിക്ക് ക്ഷണിച്ച പറഞ്ഞു അതിന്റെ മുന്നേ. അപ്പൊ ഓണത്തിന് നമ്മളാണ് ഇത് പരിപാടി ഉദ്ഘാടനം എന്തേലും നമ്മളാണ്. ഞാനാണല്ലോ നിങ്ങൾ രണ്ടാളും നറുക്കെടുപ്പ് പരിപാടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നറുക്കെടുക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് അല്ലേ? അപ്പൊ വിശദ വീഡിയോ ആയിട്ട് നമ്മൾ വരും. സന്തോഷാണ് ഇങ്ങനെ കണ്ടായത്. നമ്മള് ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് യൂട്യൂബ് ഉള്ളതുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ഉണ്ടോ? അതെ. അപ്പുട്ടേട്ടൻ എന്താ വളിയ വന്നല്ലോ. അപ്പൊ ഞങ്ങള് പോവാൻ നോക്കാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് അപ്പുട്ടേട്ടനും വന്നു. അപ്പുട്ടേട്ടൻ എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പൊ പിറന്നാളിന് അപ്പുട്ടേട്ടൻ എല്ലാരും ഇതിലുണ്ട്. വീഡിയോ അപ്പൊ കൊറേ ആൾക്കാർ അപ്പുട്ടേട്ടന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് അളിയനും കാണിച്ചു, ചെറിയനും കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാല് നമ്മളപ്പ പറയാൻ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ അടുത്ത് ആ കള്ളി ഷർട്ട് എടുക്കുന്ന ആളാണ് ആ മെഷീന്റെ അടുത്ത് പറയാ. പക്ഷെ കൊറേ ചോദിച്ചേന്നേ ചെറിയ അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ, നമുക്ക് കാണാൻ കിട്ടൂല. അപ്പൊ ആളൊന്ന് കാണിച്ചു തരാ ചോദിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ ഇങ്ങനെ ഇറച്ചി കിട്ടിയാ കാണിച്ചു തരാ പറഞ്ഞതായിരുന്നു. ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് പോട്ടെ വന്നാല് ഇവിടെ വിട്ട് നോക്കിയത് നമുക്കൊന്ന് എടുത്ത് പോയോട്ടെ. ആണ്ട് അറിയില്ല കേട്ടോ, നമ്മളെ വീടിന്റെ അടുത്താണ്. നമ്മളിത് കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയാണ്. പക്ഷെ ഇത് നമ്മളെ വീടിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളിത് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മളിഞ്ഞി പുറത്ത് കൂടെ ഇറങ്ങി വീഡിയോ എടുക്കാന്ന് കരുതി. ആരല്ലേ നമുക്ക് ഇതൊക്കെയുള്ള ഇങ്ങനെ കാണിക്കാൻ പറ്റുക അല്ലേ? പൈസ ചെലവാക്കി പോകാൻ കുറച്ച് പ്രയാസമാണ്. നമുക്കുള്ള നമ്മള് കാണിക്കാം, നമ്മളെ കൊണ്ട് കഴിയണത്. പുസ്തകം എങ്ങനെയുണ്ട്? ഇതുപോലത്തെ കോറിയാണ് നമ്മളവിടെ ഉള്ളത് കേട്ടോ. അടിപൊളിയാ. പിന്നെ അടിപൊളി സ്ഥലങ്ങളാണ്. റബ്ബറാണ്. 2 കിലോമീറ്റർ ഉള്ളു നമ്മളെ വീടിന്റെ അടുത്തേക്കല്ലേ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളു കേട്ടോ. പക്ഷെ നമ്മളിതിന് ഇടയ്ക്കിടയ്ക്ക് പോവും. കൂടുതൽ നമ്മൾ കൂടക്കല് ആ വഴിക്കാ പോലെ. ഇതുകൂടെ പോരാൻ എന്താ പറയാ ഈ വഴിക്ക്? ഇവിടേക്ക് എന്താ നവതാരന്റെ വേർക്കുന്നു. കാരണം എന്താന്നറിയാ, ചിലപ്പോ ഇവിടുന്നൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പൊ ഒരിക്കലും ചിലപ്പോ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ ഇതിനെ പോയോ ചോദിക്കും. നമ്മൾ ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ കേട്ട് അടിപൊളി ചെയ്യാം അല്ലേ? നമ്മളെ നാട് ഫുള്ള് കാണിച്ചു തരാം. എന്താ പിന്നെ കാണിച്ചു തരാം. പോവല്ലേ നമുക്ക്? അപ്പൊ നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാൻ പോതില്ല, പക്ഷെ പേടിയാണ്. ആളുണ്ടാവോ പോവന്നാല്? ആരുമില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചെക്കന്മാർക്ക് ഇരിക്കാനുള്ള. അപ്പൊ പിന്നെ ഇവിടെ ചില ആൾക്കാരുണ്ടാവും. കാണുമ്പോ ഇവിടെ ഫുള്ള് പറമ്പാണ്. അടിപൊളി സ്ഥലം ഒക്കെ നമ്മളെ നാടാണ്. ഇവിടെ കൊണ്ടുണ്ട്. ഇവിടെ ചെറിയ പന്തളിക്കാൻ സ്ഥലമുണ്ട് അല്ലേ? എല്ലാം കൊണ്ട് സെറ്റപ്പാ. ഇപ്പൊ ഞങ്ങള് മാത്രമേ ആരുമില്ല ഇവിടെ. കുറച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ വരും അല്ലേ? ഇങ്ങനെ കാണുമ്പോ പക്ഷെ ഇങ്ങനെ തോന്നൂലേ? പക്ഷെ ഇവിടെ നമ്മളെ വീടിന്റെ അവിടെ പോലെ നിറച്ച് വീടുകളൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ളു. ഇപ്പൊ പോലെ നമുക്ക് അല്ലേ? കുറെ നേരം ഭയങ്കര ചൂടാണ്, നല്ല വെയിലുണ്ട്. 3 മണി ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി അല്ലേ? ഞങ്ങളതിലൊക്കെ പോയി. രാവിലെ പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയി 4:30-5 മണി ആവാനായിട്ടോ. അപ്പോൾ സന്തോഷമായിട്ട് നമ്മൾ ഇറക്കിയിട്ട് കടയിൽ പോയി. ഇന്ന് കടയിലൊന്നും പോയിരിക്കാൻ പറ്റാത്ത കാരണം വേഗം പോയി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ വിശേഷം നിർത്തുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. അതുവരേക്കും എല്ലാ കുട്ടിക്കാർക്കും ബായ്.